ശ്രീ വേണുഗോപാലൻ നായർ 1998 പാകിസ്ഥാനിൽ നിന്നും ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ സാജിദ് അക്രം, മകൻ നവീദ് അക്രം എന്നീ മതഭ്രാന്തന്മാരാണ് ഇന്നലെ ബോണ്ടി ബീച്ചിൽ നിസ്സഹായരായ 15 പേരെ വെടിവെച്ചു കൊന്നത്. 30ഓളം പേർക്ക് പരിക്കേറ്റു. ഒരു പ്രകോപനവുമില്ലാതെ ഉത്സവ ലഹരിയിലായിരുന്ന ജൂതരുടെ ഇടയിലേക്ക് വെടിയുതിർക്കുകയായിരുന്നു. ഇവരുടെ കാറിൽ നിന്നും വെടിക്കോപ്പുകളും ഒപ്പം IS പതാകയും പിടിച്ചെടുത്തിട്ടുണ്ട്. US-ലും UK-യിലും കുടിയേറി വ്യാപകമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന വർഗം പൊതുവെ സമാധാനപരമായ ഓസ്ട്രേലിയയുടെ ഉറക്കവും കെടുത്തി. ഓസ്ട്രേലിയൻ ജനത ഈ കൂട്ടക്കൊലയോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഭരണകൂടം എങ്ങനെ നോക്കിക്കാണുന്നു? ശ്രീ വേണുഗോപാലൻ നായർ. നമസ്കാരം സാർ. ആദ്യമായിട്ട് ഇത് ചർച്ചയ്ക്കെടുത്തതിന് ജനം TVക്ക് വളരെയധികം നന്ദിയുണ്ട്. കാരണം നമ്മുടെ ഏതാണ്ട് 10 ലക്ഷത്തോളം ഇന്ത്യക്കാരും ഏതാണ്ട് 2 ലക്ഷത്തിനടുത്ത് മലയാളികളും നമ്മുടെ ഓസ്ട്രേലിയയിലുണ്ട്. ഈ രാജ്യത്ത് താമസിക്കുന്ന നമുക്ക് എല്ലാവർക്കും, ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് കുടിയേറിയിരിക്കുന്ന മനുഷ്യരാണ് ഓസ്ട്രേലിയയിലുള്ളത്. ശാന്തിയും സമാധാനവും കാക്ഷിക്കുന്ന, സ്വന്തം കുടുംബകാര്യങ്ങൾ നോക്കാൻ വേണ്ടി, സ്വന്തം കുട്ടികളെ നോക്കാൻ വേണ്ടി, നല്ല പഠിത്തത്തിന് വേണ്ടി എത്തിയിരിക്കുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. എല്ലായിടത്തു നിന്നും ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും കുടിയേറിയ ആൾക്കാർ നമ്മുടെ ഈ ഓസ്ട്രേലിയയിലുണ്ട്. ഇവരെല്ലാം ശാന്തിയും സമാധാനത്തോടെയും കൂടി ഈ രാജ്യത്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ഇടയ്ക്കാണ് ഇന്നലെ നമുക്കറിയാം, പ്രത്യേകം എടുത്തു പറഞ്ഞതുപോലെ ജൂതന്മാരുടെ ഒരു പ്രധാന ഉത്സവം, നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദീപാവലിയായിട്ട് റിലേറ്റ് ചെയ്യാവുന്ന ഒരു ഉത്സവം, ദീപങ്ങളുടെ ഉത്സവം. ആ ഉത്സവം തുടങ്ങുന്ന ദിവസം, 8 ദിവസമുള്ള ഒരു ഉത്സവമാണ് അവരുടെ. അത് തുടങ്ങുന്ന ദിവസം അവർ വളരെ സന്തോഷകരമായിട്ട്, അതും സാറെടുത്ത് പറഞ്ഞതുപോലെ 10 വയസ്സുള്ള കുട്ടിയും 82 വയസ്സുള്ള ഒരു മുത്തശ്ശിയും, അതുപോലെ ഹോളോകോസ്റ്റിൽ, അതായത് നമ്മുടെ നാസി ഹോളോകോസ്റ്റിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരു സർവൈവറും ഒക്കെ അടങ്ങുന്ന ഒരു ആൾക്കാർ, പല തരത്തിലുള്ള ആൾക്കാര് ജൂതന്മാരാണ് എന്ന ഒറ്റ കാരണത്താൽ അവരെ നിർദ്ദയം വെടിവെച്ച് കൊല്ലുക. അവർ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് അവരുടെ ഒരു സെലിബ്രേഷൻ അല്ലെങ്കിൽ സന്തോഷത്തിൽ എല്ലാവരും കൂടി സന്തോഷം പങ്കിടുമ്പോൾ അത് ആ സ്ഥലത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയണം. ബോണ്ടി ബീച്ച്, അത് നമുക്കറിയാം ഓസ്ട്രേലിയയിലെ ഒരു പ്രത്യേക ഐഡന്റിഫിക്കേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. ഏതാണ്ട് 20 ലക്ഷം ആൾക്കാർ ഒരു വർഷം വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണത്. നമുക്കറിയാം, നമുക്ക് അറ്റാക്ക് നടന്നത് നമ്മുടെ പാർലമെന്റ് മന്ദിരമാണ്, നമ്മുടെ ഗേറ്റ്വേ ഓഫ് ഇന്ത്യയാണ്. ഇതൊക്കെ ഇത്തരം സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെന്തെങ്കിലും സിഗ്നിഫിക്കൻസ് ഉണ്ടാവും നമുക്കറിയാം. അപ്പൊ അത്തരം ഒരു സ്ഥലത്ത് കൂടിയ ജനത്തെ കൊല്ലുന്നത്, ഇവിടെ എല്ലാവരും, ഞാൻ ഇന്നലെ ഓഫീസിൽ സംസാരിക്കുമ്പോൾ, പുറത്ത് കമ്മ്യൂണിറ്റി ആയിട്ട് സംസാരിക്കുമ്പോൾ, എല്ലാവരുമായിട്ട് ഇടപെടുമ്പോൾ എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു സബ്ജക്റ്റ് ഇതാണ്. കാരണം ഇതിൽ ഓസ്ട്രേലിയയിലെ ഏറ്റവും വലിയൊരു കൂട്ടക്കലയാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വറീഡാണ്. അപ്പോൾ ഇതെങ്ങനെ തടയാം? ഇവർക്ക് എവിടുന്ന് ഗണ്ണ് കിട്ടി? ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ട്. സ്വാഭാവികമായിട്ടും അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. പക്ഷെ ആൾക്കാർ വളരെയധികം ഭയചകിതരാണ്. ജൂതന്മാർ തന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെയധികം ഭയചകിതരാണ്. പക്ഷെ ഏറ്റവും നല്ലൊരു ഗുണമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജൂതന്മാരെ എല്ലാവരും ചേർത്ത് പിടിക്കുന്നു. ഇന്നെനിക്ക് കാണാൻ പറ്റും, ഇവിടെ പാർലമെന്റിൽ ജൂതന്മാരുടെ ഹനിക്കാസ് ഫെസ്റ്റിവലോട് കൂടിയാണ്, ലൈറ്റ് തെളിയിക്കലോട് കൂടിയാണ് പാർലമെന്റ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അതുപോലെ എല്ലാ ഭാഗത്തുമുള്ള ആൾക്കാർ ജൂതന്മാരെ ചേർത്ത് പിടിക്കുന്നു, അവരോട് സംസാരിക്കുന്നു, അവർക്ക് എന്താണ് ആവശ്യമുള്ളതെന്ന് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നു, ബ്ലഡ് കൊടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഈ ഭീകരവാദികളെ ഒറ്റപ്പെടുത്തുകയും ഇവരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് ഇന്ന് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇന്നലെയും ഇന്നുമായിട്ട് സംസാരിച്ച അനേകം ജനങ്ങളും, ഓഫീസിലുള്ളവരും പുറത്തുള്ളവരും, എല്ലാവരുടെയും ഒരേ ഫീലിംഗ് ആണ് എല്ലാവർക്കും കാണുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ആദ്യത്തെ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ശ്രീ വേണുഗോപാലൻ നായർ, ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനു മുമ്പ് ഈ ഹമാസിന് ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ട് ഇവരുടെ ഒരു പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഓസ്ട്രേലിയൻ ഭരണകൂടം അത് വേണ്ട രീതിയിൽ, വേണ്ട ഗൗരവത്തിൽ എടുത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചിലരുമായിട്ട് സംസാരിച്ച സമയത്ത് ഈ നിങ്ങളുടെ പ്രധാനമന്ത്രി അത്ര ഒരു സീരിയസ്നെസ് അതിൽ കാണിച്ചില്ല എന്നൊരു ആക്ഷേപം ഉണ്ട്. അതെ, തീർച്ചയായിട്ടും സാർ. അങ്ങനെ ഒരു ആക്ഷേപം ഓൾറെഡി നിലവിലുണ്ട്. ഇവിടെ പല രീതിയിലുള്ള പ്രകടനങ്ങൾ, അതായത് നമുക്കറിയാം 2023 ശേഷം, ആ സംഭവത്തിന് ശേഷം ഇവിടെ പലതരത്തിലുള്ള പ്രകടനങ്ങൾ നടന്നു. ആ പ്രകടനങ്ങളിൽ പലതിലും ജൂതന്മാരെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ധാരാളം പ്രകടനങ്ങൾ
എനിക്കറിയാം ബോണ്ടി ബീച്ചിൽ മാത്രമല്ല, ഇവിടെ മെൽബണില്, സിഡ്നിയില് ഒക്കെ പല സ്ഥലത്തും അവരുടെ സിനഗോഗുകൾ അറ്റാക്ക് ചെയ്യാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടായി. എനിക്ക് മെൽബണിലെ തോന്നുന്നു അവരുടെ നമ്പർ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടില്ലേ അല്ലേ, വ്യാപകമായിട്ട്? അതെ, ഇതൊന്നും കേരളത്തിലുള്ളവർ അറിയുന്നില്ല കേട്ടോ. ഒരുപക്ഷെ അറിയുന്നുണ്ടാവും. പക്ഷേ നമുക്കറിയാലോ, നമ്മുടെ മാധ്യമങ്ങളുടെ, ജനം TV ഒഴിച്ചുള്ള മാധ്യമങ്ങളുടെ ഒരു പൊതു സ്വഭാവം താങ്കൾക്ക് നന്നായിട്ട് അറിയാലോ. തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വളരെ കുറവാണ്. പക്ഷെ ഇതൊക്കെ ഇവിടെ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ്. ഹിന്ദു ടെമ്പിളുകൾ, അതുപോലെ ജൂതന്മാരുടെ സിനഗോഗുകൾ അല്ലെങ്കിൽ പള്ളികൾ ഒക്കെ അറ്റാക്ക് ചെയ്യപ്പെട്ടു. എനിക്ക് തോന്നുന്നു 2000-ഓളം അറ്റാക്കുകളാണ്. അവരുടെ ജൂതന്മാരുടെ ഒരു കണക്ക് ഞാൻ ഇന്ന് വായിച്ചിരുന്നു. അത് വെച്ച് 2000-ഓളം അറ്റാക്കുകൾ, പല രീതിയിലുള്ള അറ്റാക്കുകൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജൂതന്മാർക്കെതിരെ ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവരുടെ ഒരു കണക്കാണത്. ഓക്കെ.